ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അടുത്ത് നമുക്ക് പറയാനുള്ള ഹെഡ്ജിങ് എന്നൊരു ഭാഗമാണ്. എന്താണ് ഹെഡ്ജിങ് എന്ന് നോക്കാം. ടു ഹെഡ്ജ് സംതിങ് ഈസ് ടു കൺസ്ട്രക്ട് എ പ്രൊട്ടക്റ്റീവ് ഫെൻസ് അറൗണ്ട് ഇറ്റ്. ഹെഡ്ജ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റും ഒരു പ്രൊട്ടക്റ്റീവ് ഫെൻസ് കൺസ്ട്രക്ട് ചെയ്യുക എന്നാണ് അർത്ഥം. പ്രൊട്ടക്റ്റീവ് ഫെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സംരക്ഷണ വേലി നിർമ്മിക്കുക എന്നാണ് അർത്ഥം. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഹെഡ്ജിങ് മീൻസ് എലിമിനേറ്റിംഗ് ദ റിസ്ക് ഇൻ എൻ അസറ്റ് ഓർ ലയബിലിറ്റി. ഒരു അസറ്റിൻ്റെയോ ലയബിലിറ്റിയിലോ ഉണ്ടാകുന്ന റിസ്കിനെ എലിമിനേറ്റ് ചെയ്യുക എന്നതാണ് ഹെഡ്ജിങ് എന്നതുകൊണ്ട് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഹെഡ്ജിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ദ എലിമിനേറ്റിംഗ് ദ റിസ്ക് ഇൻ എൻ അസറ്റ് ഓർ ലയബിലിറ്റി. ഒരു അസറ്റിലോ ലയബിലിറ്റിയിലോ ഉണ്ടാകുന്ന റിസ്കിനെ എലിമിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഹെഡ്ജിങ് എന്ന് പറയുന്നത്. ഹെഡ്ജിങ് ഈസ് എ ടെക്നിക് ഓഫ് മാനേജിങ് ദ റിസ്ക് അറ്റാച്ച്ഡ് ടു അസറ്റ് ഇൻക്ലൂഡിങ് ഫോറിൻ എക്സ്ചേഞ്ചസ്. അതായത് അസറ്റുമായി ബന്ധപ്പെട്ടുള്ള റിസ്കിനെ മാനേജ് ചെയ്യുന്ന ടെക്നിക്കാണ് ഹെഡ്ജിങ് എന്ന് പറയുന്നത്. സോ ഹെഡ്ജിങ് ഈസ് എ ടെക്നിക് ഓഫ് മാനേജിങ് ദ റിസ്ക് അറ്റാച്ച്ഡ് ടു അസറ്റ് ഇൻക്ലൂഡിങ് ഫോറിൻ എക്സ്ചേഞ്ചസ്. ഇൻ ഷോർട്ട്, ഹെഡ്ജിങ് മീൻസ് കവറിങ് ഓർ എലിമിനേറ്റിംഗ് ഓർ റെഡ്യൂസിങ് ദ റിസ്ക്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഹെഡ്ജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്കിനെ എലിമിനേറ്റ് ചെയ്യുകയോ റെഡ്യൂസ് ചെയ്യുകയോ കവർ ചെയ്യുന്ന പ്രോസസ്സാണ് ഹെഡ്ജിങ് എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് കവറിങ് ഓർ എലിമിനേറ്റിംഗ് ഓർ റെഡ്യൂസിങ് ദ റിസ്ക്. റിസ്ക് റെഡ്യൂസ് ചെയ്യുകയോ എലിമിനേറ്റ് ചെയ്യുകയോ കവർ ചെയ്യുകയോ ചെയ്യുന്ന പ്രോസസ്സാണ് ഹെഡ്ജിങ് എന്ന് പറയുന്നത്. ഹെഡ്ജിങ് ഈസ് ഡൺ വിത്ത് ഡെറിവേറ്റീവ്സ്. ഡെറിവേറ്റീവ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഹെഡ്ജിങ് എന്ന പ്രോസസ്സ് നടപ്പിലാക്കുന്നത്. അപ്പോൾ ഹെഡ്ജിങ് എന്ന് പറഞ്ഞാൽ ഹെഡ്ജിങ് മീൻസ് ക്രിയേറ്റിംഗ് ഓർ കൺസ്ട്രക്റ്റിംഗ് എ പ്രൊട്ടക്റ്റീവ് ഫെൻസ് അറൗണ്ട് ഇറ്റ്. ഒരു പ്രൊട്ടക്റ്റീവ് ഫെൻസ് കൺസ്ട്രക്ട് ചെയ്യുന്നതിനെ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹെഡ്ജിങ് എന്ന് പറയുക. ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഹെഡ്ജിങ് എന്ന് പറഞ്ഞാൽ അസറ്റിലോ ലയബിലിറ്റിയിലോ ഉണ്ടാകുന്ന റിസ്കിനെ എലിമിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഹെഡ്ജിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ടെക്നിക് ഓഫ് മാനേജിങ് ദ റിസ്ക് അറ്റാച്ച്ഡ് ടു അസറ്റ്സ് ഇൻക്ലൂഡിങ് ഫോറിൻ എക്സ്ചേഞ്ചസ്. അസറ്റ്സിൽ ഉണ്ടാകുന്ന റിസ്കിനെ മാനേജ് ചെയ്യുന്ന പ്രോസസ്സാണ് ഹെഡ്ജിങ് എന്ന് പറയുന്നത്. ഇൻ ഷോർട്ട്, ഹെഡ്ജിങ് മീൻസ് കവറിങ് ഓർ എലിമിനേറ്റിംഗ് ഓർ റെഡ്യൂസിങ് ദ റിസ്ക്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഹെഡ്ജിങ് എന്ന് പറഞ്ഞാൽ റിസ്കിനെ എലിമിനേറ്റ് ചെയ്യുകയോ റെഡ്യൂസ് ചെയ്യുകയോ കവർ ചെയ്യുകയോ ചെയ്യുന്ന പ്രോസസ്സാണ് ഹെഡ്ജിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡൺ വിത്ത് ഡെറിവേറ്റീവ്സ്. അപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഹെഡ്ജിങ് നടപ്പിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോസസ്സാണ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് പറയാനുള്ളത് മേജർ പ്ലേയേഴ്സ് ഇൻ എ ഡെറിവേറ്റീവ് മാർക്കറ്റ്. ഒരു ഡെറിവേറ്റീവ് മാർക്കറ്റിലെ മേജർ പ്ലേയേഴ്സ് ആരൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് ഹെഡ്ജേഴ്സ്, സെക്കൻഡ് വൺ സ്പെക്കുലേറ്റേഴ്സ്, തേർഡ് വൺ ആർബിട്രേജേഴ്സ്, ഫോർത്ത് വൺ സ്പ്രെഡേഴ്സ്. ഈ 4 പ്ലേയേഴ്സാണ് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ പ്രധാനമായിട്ടും ഉള്ളത്. ഹെഡ്ജേഴ്സ്, സ്പെക്കുലേറ്റേഴ്സ്, ആർബിട്രേജേഴ്സ്, സ്പ്രെഡേഴ്സ്. അല്ല, ആദ്യം ഹെഡ്ജേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. Hedgers are those who enter into a derivative contract with the objective of covering risk. റിസ്ക് കവർ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന ആഴ്സൺസിനെയാണ് ഹെഡ്ജേഴ്സ് എന്ന് പറയുന്നത്. ഹെഡ്ജേഴ്സ് എന്ന് പറഞ്ഞാൽ ദോസ് പേഴ്സൺസ് ഹു എൻ്റർ ഇൻ ടു എ ഡെറിവേറ്റീവ് കോൺട്രാക്ട് വിത്ത് ദ ഒബ്ജക്റ്റീവ് ഓഫ് കവറിങ് റിസ്ക്. റിസ്ക് കവർ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു ഡെറിവേറ്റീവ് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്ന പേഴ്സൺസാണ് ഹെഡ്ജേഴ്സ് എന്ന് പറയുന്നത്. ദേ വിഷ് ടു എലിമിനേറ്റ് ദ റിസ്ക് ടു വിച്ച് ദേ ആർ ആൾറെഡി എക്സ്പോസ്ഡ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ കൊടുക്കുന്ന ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റുകളിലുള്ള റിസ്ക് പരമാവധി റെഡ്യൂസ് ചെയ്യുകയാണ് അവർക്ക് ചെയ്യേണ്ടത്. ദ മോട്ടീവ് ഓഫ് ഹെഡ്ജേഴ്സ് ഈസ് നോട്ട് ടു ഡു മേക്ക് പ്രോഫിറ്റ് ബട്ട് ടു റെഡ്യൂസ് ഓർ എലിമിനേറ്റ് ദ റിസ്ക്. ഹെഡ്ജേഴ്സിൻ്റെ മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നതല്ല, മറിച്ച് റിസ്ക് എലിമിനേറ്റ് ചെയ്യുക. അതായത് റിസ്ക് കുറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണ് ഹെഡ്ജേഴ്സ് എന്ന് പറയുന്നത്. നോർമലി റിസ്ക് കുറഞ്ഞ ഇൻസ്ട്രുമെൻറ്റുകളിലോ അല്ലെങ്കിൽ റിസ്ക് കുറഞ്ഞ ഫീൽഡിലോ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണ് ഹെഡ്ജേഴ്സ് എന്ന് പറയുന്നത്. അവർ ഫിനാൻഷ്യൽ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നതിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ തന്നെ റിസ്ക് കവർ ചെയ്യുക എന്ന് തന്നെയാണ്. സോ എലിമിനേറ്റിംഗ് ദ റിസ്ക് ടു വിച്ച് ദേ ആർ ആൾറെഡി എക്സ്പോസ്ഡ്. ആൾറെഡി എക്സ്പോസ് ചെയ്തിട്ടുള്ള റിസ്കിനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ വിഷ് എന്ന് പറയുന്നത്. മോട്ടീവ് ഓഫ് ഹെഡ്ജേഴ്സ് ഈസ് നോട്ട് ടു മേക്ക് പ്രോഫിറ്റ് ബട്ട് ടു റെഡ്യൂസ് ഓർ എലിമിനേറ്റ് ദ റിസ്ക്. ഹെഡ്ജേഴ്സിൻ്റെ മോട്ടീവ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നല്ല, മറിച്ച് എലിമിനേറ്റ് ചെയ്യുക, റിസ്കിനെ എലിമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ മോട്ടീവ് എന്ന് പറയുന്നത്. രണ്ടാമത് പറയുന്നതാണ് സ്പെക്കുലേറ്റേഴ്സ്. ആരാണ് സ്പെക്കുലേറ്റേഴ്സ് എന്ന് നോക്കാം. സ്പെക്കുലേറ്റേഴ്സ് ആർ ദോസ് ഹു ആർ വില്ലിംഗ് ടു ടേക്ക് റിസ്ക്. റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായ ആളുകളാണ് സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ദേ ടേക്ക് റിസ്ക് ടു മേക്ക് പ്രോഫിറ്റ് ഫ്രം പ്രൈസ് ഫ്ലക്ച്വേഷൻസ്. പ്രൈസ് ഫ്ലക്ച്വേഷൻസിൽ നിന്നും പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് റിസ്ക് ഏറ്റെടുക്കുന്നത്. ദസ് ദെയർ മെയിൻ മോട്ടീവ് ഈസ് ടു മേക്ക് മണി ഔട്ട് ഓഫ് ദ റിസ്ക് അസ്യൂംഡ്. അസ്യൂംഡ് റിസ്കിൽ നിന്നും പണം നേടുക എന്നുള്ളതാണ് അവരുടെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത്. ദേ ആക്സെപ്റ്റ് റിസ്ക് ഇൻ ദ എക്സ്പെക്റ്റേഷൻ ഓഫ് എ റിട്ടേൺ.
റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് അവർ റിസ്ക് ആക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഹെഡ്ജേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായ ആളുകളാണ് സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും റിസ്ക് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടപ്പിലാക്കിയിട്ട് അതിൽ നിന്നും പ്രോഫിറ്റ് നേടിയെടുക്കുകയാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ദേ ടേക്ക് റിസ്ക് ടു മേക്ക് മോർ പ്രോഫിറ്റ്. റിസ്ക് ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റിലാണ് പ്രോഫിറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് അവരുടെ ഒരു ധാരണ. സോ ദേ ടേക്ക് റിസ്ക് ടു മേക്ക് പ്രോഫിറ്റ് ഫ്രം പ്രൈസ് ഫ്ലക്ച്വേഷൻസ്. പ്രൈസിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസിൻ്റെ ഭാഗമായിട്ട് പ്രോഫിറ്റ് നേടിയെടുക്കാൻ വേണ്ടി അവർ റിസ്ക് ഏറ്റെടുക്കുന്നവരാണ് സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ദസ് ദെയർ മെയിൻ മോട്ടീവ് ഈസ് ടു മേക്ക് മണി ഔട്ട് ഓഫ് ദ റിസ്ക് അസ്യൂംഡ് റിസ്കിൽ നിന്നും പണം നേടിയെടുക്കുക എന്നുള്ളതാണ് അവരുടെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത്. ദേ ആക്സെപ്റ്റ് റിസ്ക് ഇൻ ദ എക്സ്പെക്റ്റേഷൻ ഓഫ് എ റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് അവർ റിസ്കിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത്. ദേ ആക്സെപ്റ്റ് റിസ്ക് ഇൻ ദ എക്സ്പെക്റ്റേഷൻ ഓഫ് എ റിട്ടേൺ. മൂന്നാമത്തെ വിഭാഗമാണ് ആർബിട്രേജേഴ്സ്, അല്ലെങ്കിൽ മൂന്നാമത്തെ പ്ലേയേഴ്സാണ് ആർബിട്രേജേഴ്സ് എന്ന് പറയുന്നത്. ആരാണ് ആർബിട്രേജേഴ്സ് എന്ന് നോക്കാം. ആർബിട്രേജ് ഈസ് ദ പ്രോസസ് ഓഫ് simultaneous purchase of securities or derivatives in one market at a low price and sale of the same in another market at a relatively higher price. അതായത് ഒരു മാർക്കറ്റിൽ നിന്നും സെക്യൂരിറ്റികൾ പർച്ചേസ് ചെയ്യുകയോ സെയിൽ ചെയ്യുകയോ ചെയ്തിട്ട്, അല്ല, ഒരു മാർക്കറ്റിൽ നിന്ന് സെക്യൂരിറ്റികൾ പർച്ചേസ് ചെയ്തിട്ട് മറ്റൊരു മാർക്കറ്റിൽ സെക്യൂരിറ്റികൾ സെയിൽ ചെയ്യുന്നവരാണ് ആ പ്രോസസ്സിനെയാണ് ആർബിട്രേജ് എന്ന് പറയുന്നത്. സൈമുൾട്ടേനിയസ് പർച്ചേസ് ഓഫ് സെക്യൂരിറ്റീസ് ഓർ ഡെറിവേറ്റീവ്സ് ഇൻ വൺ മാർക്കറ്റ് അറ്റ് എ ലോ പ്രൈസ്. അതായത് കുറഞ്ഞ പ്രൈസിൽ ഒരു മാർക്കറ്റിൽ നിന്നും ഡെറിവേറ്റീവ്സോ സെക്യൂരിറ്റികളോ പർച്ചേസ് ചെയ്തിട്ട് മറ്റൊരു മാർക്കറ്റിൽ ഹയർ പ്രൈസിൽ ഇതേ സെക്യൂരിറ്റികൾ തന്നെ വിൽക്കുക ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ആർബിട്രേജ് എന്ന് പറയുന്നത്. അതായത് കുറഞ്ഞ പ്രൈസിൽ ഒരു മാർക്കറ്റിൽ നിന്നും സെക്യൂരിറ്റികളോ ഡെറിവേറ്റീവ്സോ പർച്ചേസ് ചെയ്തിട്ട് അതേ സെക്യൂരിറ്റികൾ തന്നെ ഹയർ പ്രൈസിൽ മറ്റൊരു മാർക്കറ്റിൽ വിൽക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ആർബിട്രേജ് എന്ന് പറയുന്നത്. 10 രൂപയ്ക്ക് വാങ്ങിയ സെക്യൂരിറ്റികൾ 15 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ അത് ആർബിട്രേജ് ആണെന്ന് അർത്ഥം. The traders who are engaged in arbitrage are known as arbitrators. ആർബിട്രേജ് എന്ന പ്രോസസ്സിൽ എൻഗേജ് ചെയ്തിട്ടുള്ള ട്രേഡേഴ്സിനെ നമ്മൾ ആർബിട്രേജേഴ്സ് എന്ന് പറയും. അപ്പോൾ ആർബിട്രേജേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർബിട്രേജ് ഈസ് ദ പ്രോസസ് ഓഫ് സൈമുൾട്ടേനിയസ് പർച്ചേസ് ഓഫ് സെക്യൂരിറ്റീസ് ഓർ ഡെറിവേറ്റീവ്സ് ഇൻ വൺ മാർക്കറ്റ് അറ്റ് എ ലോ പ്രൈസ്. ലോ പ്രൈസിൽ ഒരു മാർക്കറ്റിൽ നിന്നും സെക്യൂരിറ്റികൾ പർച്ചേസ് ചെയ്യുകയും ആൻഡ് ദ സെയിൽ ഓഫ് ദ സെയിം ഇൻ അനദർ മാർക്കറ്റ് അറ്റ് എ റിലേറ്റീവ്ലി ഹയർ പ്രൈസ്. മറ്റൊരു മാർക്കറ്റിൽ ഹയർ പ്രൈസിൽ വിൽക്കുകയും ചെയ്യുന്നതിനെയാണ് ആർബിട്രേജ് എന്ന പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ട്രേഡേഴ്സ് ഹു ആർ എൻഗേജ്ഡ് ഇൻ ആർബിട്രേജ് ആർ നോൺ ആസ് ആർബിട്രേജേഴ്സ്. ആർബിട്രേജ് എന്ന പ്രോസസ്സിൽ എൻഗേജ് ചെയ്തിട്ടുള്ള ട്രേഡേഴ്സിനെ ആർബിട്രേജേഴ്സ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നു. നാലാമത്തെ ഒരു പ്ലെയറാണ് സ്പ്രെഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സ്പ്രെഡേഴ്സ് എന്ന് നോക്കാം. സ്പ്രെഡേഴ്സ് ആർ ദ ഫോർത്ത് കാറ്റഗറി ഓഫ് ട്രേഡേഴ്സ് ഇൻ ദ ഡെറിവേറ്റീവ്സ് മാർക്കറ്റ്. ഡെറിവേറ്റീവ് മാർക്കറ്റിലെ നാലാമത്തെ കാറ്റഗറിയാണ് സ്പ്രെഡേഴ്സ് എന്ന് പറയുന്നത്. സ്പ്രെഡിംഗ് ഈസ് എ സ്പെസിഫിക് ട്രേഡിംഗ് ആക്ടിവിറ്റി ഇൻ വിച്ച് ഓഫ് സെറ്റിംഗ് പൊസിഷൻ ഈസ് ഇൻവോൾവ്. എ സ്പ്രെഡർ ഈസ് എ പേഴ്സൺ ഹൂ ബിലീവ്സ് ഇൻ ലോവർ എക്സ്പെക്റ്റഡ് റിട്ടേൺ അറ്റ് ദ റെഡ്യൂസ്ഡ് റിസ്ക്. സ്പ്രെഡേഴ്സ് എന്ന് പറഞ്ഞാൽ റിസ്ക് റെഡ്യൂസ് ചെയ്തതോടുകൂടി ലോവർ എക്സ്പെക്റ്റഡ് റിട്ടേൺ ബിലീവ് ചെയ്യുന്നവരാണ് സ്പ്രെഡേഴ്സ് എന്ന് പറയുന്നത്. അവർ കൂടുതൽ റിസ്ക് ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ നിക്ഷേപിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ റിഡ്യൂസ്ഡ് റിസ്കിൽ കൂടെ ലോവർ എക്സ്പെക്റ്റഡ് റിട്ടേൺ ബിലീവ് ചെയ്യുന്നവരാണ് സ്പ്രെഡേഴ്സ് എന്ന് പറയുന്നത്. റിസ്ക് കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് നടപ്പിലാക്കിയിട്ട് അതിൽ നിന്നും ലോവർ എക്സ്പെക്റ്റഡ് റിട്ടേൺ ബിലീവ് ചെയ്യുന്നവരാണ് സ്പ്രെഡേഴ്സ് എന്ന് പറയുന്നത്. സോ സ്പ്രെഡിംഗ് ഈസ് എ സ്പെസിഫിക് ട്രേഡിംഗ് ആക്ടിവിറ്റി ഇൻ വിച്ച് ഓഫ് സെറ്റിംഗ് പൊസിഷൻ ഈസ് ഇൻവോൾവ്. അപ്പോൾ റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി വ്യത്യസ്ത തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റുകളിൽ ഓഫ് സെറ്റിംഗ് നടപ്പിലാക്കുന്നവരാണ് സ്പ്രെഡേഴ്സ് എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെൻറ്റിൽ മാത്രമായിട്ട് നിക്ഷേപിക്കാതെ വ്യത്യസ്ത തരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റുകളിൽ നിക്ഷേപങ്ങൾ നടപ്പിലാക്കുകയും അതിലൂടെ റിസ്കിനെ റെഡ്യൂസ് ചെയ്യുകയും എക്സ്പെക്റ്റഡ് റിട്ടേൺ ലോവർ ബിലീവ് ചെയ്യുന്നവരുമാണ് സ്പ്രെഡേഴ്സ് എന്ന് പറയുന്നത്. സോ സ്പ്രെഡേഴ്സ് ആർ ദ ഫോർത്ത് കാറ്റഗറി ഓഫ് ട്രേഡേഴ്സ് ഇൻ ദ ഡെറിവേറ്റീവ് മാർക്കറ്റ്സ്. സ്പ്രെഡിംഗ് ഈസ് എ സ്പെസിഫിക് ട്രേഡിംഗ് ആക്ടിവിറ്റി in which offsetting position is involved. A spreader is a person who believes in lower expected return at the reduced risk. റിസ്ക് റെഡ്യൂസ് ചെയ്തിട്ട് ലോവർ എക്സ്പെക്റ്റഡ് റിട്ടേൺ ബിലീവ് ചെയ്യുന്നവരാണ് സ്പ്രെഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരാണ് 4 തരത്തിലുള്ള മേജർ പ്ലേയേഴ്സ് എന്ന് പറയുന്നത്. ഡെറിവേറ്റീവ് മാർക്കറ്റിൽ 4 മേജർ പ്ലേയേഴ്സ് എന്ന് പറയുന്നത് ഹെഡ്ജേഴ്സ്, സ്പെക്കുലേറ്റേഴ്സ്, ആർബിട്രേജേഴ്സ് ആൻഡ് സ്പ്രെഡേഴ്സ്. ഈ 4 പേരാണ് ഡെറിവേറ്റീവ് മാർക്കറ്റിലെ മേജർ പ്ലേയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഹെഡ്ജിങ് എന്ന് പറഞ്ഞാൽ ഹെഡ്ജിങ് ഈസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് പ്രൊട്ടക്റ്റീവ് ഫെൻസ് അറൗണ്ട് ഇറ്റ്. ഒന്നിന് ചുറ്റും പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫെൻസ് മേക്ക് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഹെഡ്ജിങ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഹെഡ്ജിങ് എന്ന് പറഞ്ഞാൽ ഹെഡ്ജിങ് ഈസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് പ്രൊട്ടക്റ്റീവ് ഫെൻസ് അറൗണ്ട് ഇറ്റ്.
പ്രൊട്ടക്റ്റീവ് ഫെൻസ് മേക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹെഡ്ജിങ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഹെഡ്ജിങ് ഈസ് എ പ്രോസസ് ഓഫ് റെഡ്യൂസിങ് ഓർ എലിമിനേറ്റിംഗ് ദ റിസ്കിനെ റെഡ്യൂസ് ചെയ്യുകയോ എലിമിനേറ്റ് ചെയ്യുകയോ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഹെഡ്ജിങ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഡെറിവേറ്റീവ് മാർക്കറ്റിലേക്കുള്ള ഒരു വേ ആണ് ഹെഡ്ജിങ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. മേജർ പ്ലേയേഴ്സ്, ഡെറിവേറ്റീവ് മാർക്കറ്റിലെ മേജർ പ്ലേയേഴ്സ് എന്ന് പറയുന്നത് ഹെഡ്ജേഴ്സും സ്പെക്കുലേറ്റേഴ്സും ആർബിട്രേജേഴ്സും സ്പ്രെഡേഴ്സുമാണ്. ഹെഡ്ജേഴ്സ് എന്ന് പറഞ്ഞാൽ ലോവർ റിസ്കിൽ കൂടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ ലോവറായിട്ട് ബിലീവ് ചെയ്യുന്നവരാണ് ഹെഡ്ജേഴ്സ് എന്ന് പറയുന്നത്. കൂടുതൽ റിസ്ക് ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഏറ്റെടുക്കാൻ തയ്യാറല്ലാത്തവരാണ് ഹെഡ്ജേഴ്സ് എന്ന് പറയുന്നത്. സ്പെക്കുലേറ്റേഴ്സ് ആണെങ്കിൽ ഹൈ റിസ്ക് ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടപ്പിലാക്കുന്നവരാണ് സ്പെക്കുലേറ്റേഴ്സ്. ആർബിട്രേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ലോവർ പ്രൈസിൽ സെക്യൂരിറ്റികൾ പർച്ചേസ് ചെയ്തിട്ട് ഹയർ പ്രൈസിൽ വിൽക്കുന്നവരാണ് ആർബിട്രേജേഴ്സ് എന്ന് പറയുന്നത്. സ്പ്രെഡിങ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് റിസ്ക് റെഡ്യൂസ് ചെയ്യുകയും അതിലൂടെ ലോവർ എക്സ്പെക്റ്റഡ് റിട്ടേൺ ബിലീവ് ചെയ്യുന്നവരുമാണ് സ്പ്രെഡേഴ്സ് എന്ന് പറയുന്നത്. ഇതാണ് 4 തരത്തിലുള്ള കാറ്റഗറി എന്ന് പറയുന്നത്. അപ്പോൾ ഹെഡ്ജിങ് എന്ന് പറഞ്ഞാൽ ഹെഡ്ജിങ് ഇസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് പ്രൊട്ടക്റ്റീവ് ഫെൻസ് അറൗണ്ട് ഇറ്റ്. പ്രൊട്ടക്റ്റീവ് ഫെൻസ് മേക്ക് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഹെഡ്ജിങ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഹെഡ്ജിങ് എന്ന ഇറ്റ് ഈസ് എ വേ ഓഫ് മേക്കിംഗ് ഡെറിവേറ്റീവിലേക്കുള്ള ഒരു വേ ആണ് ഹെഡ്ജിങ് എന്ന് പറയുന്നത്. ഹെഡ്ജിങ് ഇസ് എ പ്രോസസ് ഓർ മേക്കിംഗ് എ വേ ഫോർ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിലേക്കുള്ള ഒരു വേ ആണ് ഹെഡ്ജിങ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ദ പർപ്പസ് ഓഫ് ഹെഡ്ജിങ് ഈസ് ടു റെഡ്യൂസ് ദ റിസ്ക് ഓർ എലിമിനേറ്റ് ദ റിസ്ക് ഇൻ എൻ ഇൻസ്ട്രുമെൻറ്റ്. ഒരു ഇൻസ്ട്രുമെൻറ്റിലുള്ള റിസ്കിനെ റെഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഹെഡ്ജിങ് എന്നതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. The main purpose of hedging is to reduce or eliminate the risk involved in an investment. ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ ഉണ്ടാകുന്ന റിസ്കിനെ റെഡ്യൂസ് ചെയ്യുക, എലിമിനേറ്റ് ചെയ്യുക എന്നതാണ് ഹെഡ്ജിങ്ങിൻ്റെ പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ മേജർ പ്ലേയേഴ്സ് എന്ന് പറയുന്നത് ഹെഡ്ജേഴ്സ്, സ്പെക്കുലേറ്റേഴ്സ്, ആർബിട്രേജേഴ്സ് ആൻഡ് സ്പ്രെഡേഴ്സ്. നിന്ന് ഇത്രയും ഭാഗമാണ് പറയുന്നത്. ഹെഡ്ജിങ് എന്ന ഭാഗവും പിന്നെ ഡെറിവേറ്റീവ് മാർക്കറ്റിലെ മേജർ പ്ലേയേഴ്സ്. എല്ലാവരും ഈ ഭാഗത്തിൻ്റെ വീഡിയോ ത്രൂ ഔട്ട് കാണും. ഓക്കെ, താങ്ക് യു.